ഹായ് ആൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് മോളിയാണ്. ഇത് ടേസ്റ്റ് മാത്രമല്ല, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് ബാച്ചിലേഴ്സിനും വർക്കിംഗ് ലേഡീസിനും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലൊക്കെ പോയി ചെന്ന് കഴിക്കുമ്പോൾ ഫിഷ് മോളിയില്ല, അതേ സെയിം ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് എനിക്കൊരു ഫീഡ്ബാക്കും തരണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം ഒരു 50 ചെറിയുള്ളി ചോപ്പലിട്ട് അടിച്ചെടുത്താണ്. അതും ഇട്ട് പിന്നെ ഒരു 6 പച്ചമുളക് മാത്രമേ നമ്മളിവിടെ എരിവിന് ചേർക്കുന്നുള്ളൂ കേട്ടോ, മുളക് പൊടിയൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ആകുന്ന പോലെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഞാനിവിടെ 1.5 തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. തക്കാളി ഇപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം ചേർക്കുക, ഇത് വലിയ തക്കാളി ഇതുകൊണ്ട് 1.5. പിന്നെ ഞാനിവിടെ ഇഞ്ചി ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും ചേർക്കണം കേട്ടോ, അതും ചോപ്പലിൽ അടിച്ചെടുത്തതാണ്. അതും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ, മുളക് പൊടി കുരുമുളക് പൊടി ഒന്നുമില്ല. നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ചേർക്കുക. ഇനി നമുക്ക് ഈ പുളിക്ക് വേണ്ടി ഒരു ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വാളംപുളി. നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന പുളിയില്ലേ, ആ പുളിയാണ്. കുടംപുളിയല്ല കേട്ടോ, വാളംപുളി തന്നെ ചേർക്കണേ. അത് കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെക്കണം, എന്നിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുത്തിട്ടാണ് ഇത് വാളംപുളിയും ചേർക്കുക. അതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ ഒരു വലിയ കപ്പ് തേങ്ങാപ്പാലാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. നിങ്ങൾക്ക് തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങയിൽ നിന്ന് ഡയറക്റ്റ് പിഴിഞ്ഞെടുക്കുന്ന പാലാണെങ്കിൽ 2ാം പാലാണ് ചേർക്കേണ്ടത് ഈ സമയത്ത് കേട്ടോ. അതും ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന സിലോപ്പിയാണ്. ഇതൊരു 1.5 കിലോ ഉണ്ട് കേട്ടോ ഈ മീൻ. അതും ചേർത്ത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് ഒന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് ശേഷം നമുക്കൊന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രേവി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്നുകൂടെ അടച്ച് വയ്ക്കുക. ഇനി ഒരു 5 മിനിറ്റും കൂടെ അടച്ച് വയ്ക്കുക. എന്നിട്ട് ഇതാ നമ്മുടെ കറി ഏകദേശം റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് 1ാം പാൽ ഒഴിക്കണം. അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ആയതുകൊണ്ട് തിക്കായിട്ട് കലക്കിയെടുത്തതാണ്. അപ്പോൾ 1ാം പാലും ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇടുന്നുണ്ട്. കടുക് വറുത്തിടുന്നെങ്കിൽ അങ്ങനെ ഇടാം, പക്ഷേ ഇവിടെ കടുക് വറുക്കുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷേ ഇതാണ് ടേസ്റ്റ് കേട്ടോ. പിന്നെ അടച്ചു വയ്ക്കുക. നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പം എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.